ദൈവിക നിയമങ്ങൾക്ക് വില കൽപ്പിക്കാതെ ആധുനികതയുടെ ആഡംബരങ്ങളിൽ മുഴുകി അസന്മാർഗിക പാതയിലൂടെ സഞ്ചരിക്കാൻ വെമ്പൽ കൊള്ളുന്ന പുതുതലമുറയ്ക്ക് മുമ്പിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു ആത്മാവ്. ഇവിടെ നാമാണ് രാജാവ്, നാമാണ് നിയമവും നിർദ്ദേശവും. നാം പറയുന്നതാണ് സത്യം, നാം വിധിക്കുന്നതാണ് നീതി, നാം ചൂണ്ടിക്കാണിക്കുന്നതാണ് ദൈവം. അന്ന് കൊല്ലാൻ പറഞ്ഞാൽ ഞങ്ങൾ കൊല്ലും, തിന്നാൻ പറഞ്ഞാൽ ഞങ്ങൾ തിന്നും. ഒളിമ്പസിലെ സേവൂസാണ് നമ്മുടെ ദൈവം, ഈ രാജ്യത്തുള്ള പ്രജകളുടെ എല്ലാം ദൈവം. സേവൂസിനെ മാത്രം ആരാധിച്ചാൽ മതി. യഹൂദന്മാരുടെ ദൈവമായ യഹോവ നമ്മുടെ രാജ്യത്തിന്റെ അതിർത്തിക്കുള്ളിൽ പാടില്ല. ജെറുസലേം ദേവാലയത്തെ ഈ രാജ്യത്തിന്റെ പൊതു വേശ്യാലയമാക്കി നാം മാറ്റും. ദേവാലയത്തിന്റെ ബലിപീഠത്തിൽ രണ്ട് പന്നികളെ ബലിയർപ്പിക്കും. നിങ്ങളുടെ ചേട്ടന്മാർ പകർന്നു തന്ന മാർഗത്തിലൂടെ തന്നെ നിങ്ങളും സഞ്ചരിക്കണം. ദുഷ്ടൻ എന്നെ നിങ്ങളെ കൊല്ലും. ഭൂമിയിൽ ലഭിക്കുന്ന ആത്മജീവിതത്തെക്കാൾ എത്രയോ വലുതാണ് സ്വർഗപിതാവിനോടൊത്തുള്ള നിത്യജീവിതം. മഹാരാജൻ അങ്ങ് കേൾക്കുന്നില്ലേ? 5 മക്കളെ ഈ മറചട്ടിയിട്ട് കൊന്നിട്ടും അവരുടെ ധിക്കാരം കെട്ടടങ്ങിയിട്ടില്ല. അവശേഷിച്ച 2 മക്കളെയെങ്കിലും മരണത്തിൽ നിന്ന് മോചിപ്പിക്കുന്നതിനായി ഉപദേശിക്കാൻ പറഞ്ഞിട്ടും ഇപ്പോൾ ആ സ്ത്രീ അങ്ങേക്കെതിരല്ലേ സംസാരിക്കുന്നത്? എന്തിനു വൈകണം? ഈ വാർച്ചട്ടി അവരുടെ വരവിനെ ചുട്ടുപഴുത്തിരിക്കുന്നു. ഇനിയും മരണത്തിന്റെ കൂടം പ്രതീക്ഷിച്ചിരിക്കുന്നവരില്ലേ? പറഞ്ഞേക്ക്. വിളിച്ചാൽ വിളി കേൾക്കുന്ന ദൈവത്തിന്റെ മക്കളല്ലേ നിങ്ങൾ? എന്തിനാ കരയുന്നത്? കണ്ണുനീർ കാണുന്നവനാണ് ദൈവം. അവനെ പൊഴിക്കുന്ന ഓരോ തുള്ളി കണ്ണുനീരിലും അവന്റെ മുമ്പിൽ വിലയുണ്ട്. ഇസ്രായേലിന്റെ ദൈവത്തെ അല്ല നമുക്ക് വേണ്ടത്. ഒളിമ്പസ് മലനിരകളിൽ നിന്നും വിളിച്ചാൽ 100 വട്ടം വിളി കേൾക്കുന്ന സേവൂസ് ദേവനാണ് നമ്മുടെ ദൈവം. നിന്റെ ദൈവത്തെ താൽപ്പര്യം സേവൂസ് ദേവന്റെ ആലയത്തിൽ പുഷ്പാർച്ചന നടത്ത്. ക്ഷമിക്കണം പ്രഭു, എനിക്കിത് സാധിക്കില്ല. പ്രപഞ്ചവും അതിലുള്ള സർവ്വചരാചരങ്ങളെയും സൃഷ്ടിച്ച് മണ്ണിൽ നിന്നും മനുഷ്യനെ വേർതിരിച്ച ദൈവത്തിനുള്ള ആത്മാക്കളെ തിരഞ്ഞെടുക്കാൻ അവൻ നൽകി ഈ മനുഷ്യജന്മം പാഴാക്കാൻ ഞാൻ തയ്യാറല്ല. രാജാവിനോട് ധിക്കാരം പറയുന്നു. മഹാരാജൻ, അങ്ങേക്ക് എന്റെ ഉടലിനെ മൃതശരീരമാക്കി മാറ്റാൻ കഴിയും. എന്നാൽ എന്റെ ആത്മാവിനെ ശിക്ഷിക്കാനോ അങ്ങയുടെ ആത്മാവിനെ രക്ഷിക്കാനോ കഴിയില്ല. ശിക്ഷ നടപ്പാക്കൂ. അവളുടെ ശിക്ഷ അവളുടെ കുഞ്ഞിന് നൽകുക. ഞാൻ ചെയ്ത തെറ്റിനെ എന്നെയല്ലേ ശിക്ഷിക്കേണ്ടത്? നിഷ്കളങ്കയായി എന്തിനെ ശിക്ഷിക്കണം? അമ്മയുടെ ഹൃദയം പിളർക്കും. അങ്ങനെ നിന്റെ മനസ്സ് മാറും. അധികാരത്തിന്റെ അഹങ്കാരത്തിൽ പ്രജകളെ കൊന്നു തിന്നുന്ന നരകവാസി. നിന്റെ രാജ്യം അത് തന്നെയാണ് അവൾക്ക് വേണ്ട ശിക്ഷ. കൊണ്ടുപോ. ഇസ്രായേലിന്റെ ദൈവം ഇത്രയ്ക്ക് ശബ്ദനോ അസഹ്യമായ പീഡനങ്ങളേറ്റിട്ടും അവ കണ്ടു നിന്നിട്ടും ഒരാൾ പോലും വിശ്വാസത്തിൽ നിന്ന് വ്യതിചലിക്കുന്നില്ല.
മഹാരാജൻ, അങ്ങ് തളരരുത്. പുറത്തു നിൽക്കുന്ന അമ്മയുടെ 7 മക്കളിൽ 5 പേരെ നമ്മൾ കൊന്നു. ഇനി 2 പേർ കൂടി മാത്രം. അതിൽ ഇളയവൻ തീരുമാനം. അവൻ നമുക്ക് അനുകൂലമായി പ്രവർത്തിക്കും. മഹാരാജാവായ നാം പ്രജകൾക്ക് മുൻപിൽ പരാജിതരായിക്കൂടാ. അവറ്റകളെ കൊണ്ടുവാ. നിങ്ങളുടെ 5 ജ്യേഷ്ഠന്മാർ ഈ പറച്ചട്ടയിൽ കിടന്ന് വെന്തു മരിച്ചത് നിങ്ങൾ കണ്ടതല്ലേ? അതുപോലെ നിങ്ങളെയും കൊല്ലുന്നതിൽ എനിക്ക് അതിയായ ദുഃഖമുണ്ട്. പക്ഷെ എന്ത് ചെയ്യാം? സേവൂസ് ദേവന്റെ പ്രീതി ലഭിക്കാൻ നമുക്കത് ചെയ്തേ പറ്റും. അല്ലെങ്കിൽ ദേവന്റെ പ്രിയഭോജനമായ പന്നിമാംസം അല്പം കഴിച്ചാലും ദേവൻ സംപ്രീതനാകും. അല്പം. ക്ഷമിക്കണം മഹാരാജൻ, ഞങ്ങളുടെ ജീവനും ജീവിതവും ഞങ്ങളുടെ സ്വത്തല്ല. പ്രപഞ്ച സൃഷ്ടാവായ ദൈവത്തിന്റെ ദാനമാണ്. അങ്ങ് ഞങ്ങളെ കൊന്നുകൊള്ളും. ഞങ്ങളുടെ മാംസം വേകുമ്പോൾ അത് ഭക്ഷിച്ചുകൊള്ളും. എങ്കിലും സത്യദൈവത്തെ തള്ളിപ്പറയാൻ ഞങ്ങൾ ഒരുക്കമല്ല. എന്റെ ഗർഭപാത്രം ഇപ്പോൾ നിന്നെ ഓർത്ത് അഭിമാനിക്കുന്നു. അമ്മയുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന മക്കൾ അവനുരുവായ ഗർഭപാത്രത്തെയാണ് ബഹുമാനിക്കുന്നത്. അഹങ്കാരി. നിന്റെ ജ്യേഷ്ഠൻ വെന്തു മരിക്കുന്നത് നീ കണ്ടോ? ഒരു തുണ്ടു പന്നിമാംസം കഴിച്ചാൽ രാജാവിനോടൊപ്പം നിനക്ക് രാജകീയമായി ജീവിക്കാം. സർവശക്തനായ ദൈവം എന്റെ അമ്മയുടെ ഉദരത്തിലാണ് എന്നെ ഒഴിവാക്കിയത്. അധികാര തിമിരം പിടിച്ച നിന്റെ വാക്കിന് ഞാൻ ചെവി കൊടുത്താൽ എന്റെ നാശമാണ്. എന്റെ ജ്യേഷ്ഠന്മാരോടൊപ്പം സ്വർഗപിതാവിന്റെ മടിയിലേക്ക് പോകാൻ ഞാനും തയ്യാറായി കഴിഞ്ഞു. ഉദരത്തിനുരുവായ 7 മക്കളെയും സ്വർഗപിതാവിന്റെ മടിത്തട്ടിലെത്തിക്കാൻ കഴിഞ്ഞ ആത്മനിർവൃതിയിലാണ് ഞാൻ. ഹേ സമൂഹമേ, ഈ വറച്ചട്ടി വിശ്വാസ ജീവിതത്തിന് ഒരു ചോദ്യചിഹ്നമായി ലോകാവസാനം വരെ നിലനിൽക്കും. ഈ സ്ത്രീയെ തെരുവിലൂടെ നടത്തി വേട്ടനായ്ക്കൾക്ക് എറിഞ്ഞു കൊടുക്കുക. കൊണ്ടുപോ. മഹാരാജൻ, അങ്ങയുടെ ശരീരം പൊട്ടി ഒലിക്കുന്നുണ്ടല്ലോ. എന്താ ഇത്? മുഴുക്കൾ മുറിക്കുന്നു. മുഴുക്കൾ എന്റെ ശരീരത്തിൽ മുഴുക്കൾ. അയ്യോ, മഹാരാജൻ, മനുഷ്യൻ എത്ര അഹങ്കരിച്ചാലും ഈ ഭൂമിയിലെ ജീവിതം ഇവിടെ വരെയുള്ളൂ. ഒരു ചൊറി വന്നാൽ തീരുന്ന ജീവിതത്തിന് വേണ്ടിയാണ് വിലപ്പെട്ടത് പലതും നമ്മൾ നശിപ്പിക്കുന്നത്. അന്തിയോക്കസ് രാജാവിന്റെ അധികാരത്തിമിരത്തിന് മുമ്പിൽ യഹോവയിലുള്ള അചഞ്ചലമായ വിശ്വാസം ഉയർത്തിപ്പിടിച്ച ഈ അമ്മ ഉദരത്തിൽ ഉരുവായ 7 മക്കളും വിശുദ്ധ വസ്ത്രം ധരിച്ച് സ്വർഗത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ നിത്യരക്ഷയ്ക്കുള്ള ഏകമാർഗം അചഞ്ചലമായ ദൈവവിശ്വാസം മാത്രമാണെന്ന് ഈ നാടകം അടിവരയിടുന്നു.